വയനാട്ടിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിൽ വ്യാപകമായി മരം മുറിച്ചു. ചെന്നായ് കവലയിൽ 50-ലേറെ വൻമരങ്ങൾ മുറിച്ചുമാറ്റി. 30 മരങ്ങൾ കടത്തിക്കൊണ്ടുപോയി എന്ന് വനം വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 1986-ൽ സുഗന്ധഗിരി കാർഡമം പ്രോജക്ടിന്റെ ഭാഗമായി പതിച്ചുകൊടുത്ത ഭൂമിയിലാണ് മരം മുറിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ 6 പേർക്കെതിരെ കേസെടുത്തു. സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്, എന്താണ് വിവരങ്ങൾ? ഇതെങ്ങനെയാണ് ഈ രീതിയിൽ വലിയ തോതിൽ ഇങ്ങനെ മരം കടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞത്? ആദിവാസികളുടെ ജീവന ഭീഷണിയായ, അതായത് അവരുടെ വീടുകൾക്ക് ഭീഷണിയായ മരങ്ങൾ മുറിക്കാൻ അനുമതിയുണ്ട് എന്നുള്ള വ്യാജനയാണ് ഈ സംഘം ഇവരെ സമീപിച്ചത്. ഇതേ തുടർന്നാണ് വ്യാപകമായ രീതിയിലുള്ള മരമുറി നടന്നിട്ടുള്ളത്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് 3000-ഓളം ഏക്കർ വരുന്ന ഈ ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത ഭൂമിയാണ്. 1986-ൽ സുഗന്ധഗിരി കാർഡമൻ പ്രൊജക്ടിൻ്റെ ഭാഗമായി പതിച്ചു കൊടുത്ത ഭൂമിയിലാണ് ഇത്തരത്തിൽ മരമുറി നടന്നിട്ടുള്ളത്. ഇവിടെ മരങ്ങൾ മുറിച്ച് കടത്താനുള്ള അത്തരത്തിലുള്ള നിബന്ധനകൾ, അത്തരം ചട്ടങ്ങളില്ല. അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ രീതിയിലുള്ള മരമുറി നടന്നിരിക്കുന്നത്. 50-ലേറെ മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. ഇതിൽ 30 എണ്ണം കടത്തിക്കൊണ്ടുപോയി. ഈ 30 മരങ്ങളും കണ്ടെടുക്കാൻ വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇന്ന് പോലും പരിശോധന തുടരുകയാണ്. ഒരു മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ പരിശോധന കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ മേഖലകളിലേക്ക് സംഘങ്ങളായി തിരിഞ്ഞ് വനംവകുപ്പ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ചക്കിടെയാണ് ഈ മരമുറി ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ വനംവകുപ്പിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ശക്തമായ രീതിയിൽ തന്നെ നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വെൺതേക്ക്, അയിനി, പാല, ആഫ്രിക്കൻ ചോല തുടങ്ങിയ മരങ്ങൾ മുറിച്ചു കടത്തിയവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ വലിയ പഴക്കമുള്ള മരങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ കേസിലെ പ്രതികൾ കോഴിക്കോട്, വയനാട് സ്വദേശികളാണ്. വയനാട് സ്വദേശികളായ 4-ഉം കോഴിക്കോട് സ്വദേശികളായ 2 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇവരെ പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ മരം മുറിച്ചു കടത്തിയ ലോറി വനംവകുപ്പിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ അകത്തുണ്ടായിരുന്ന ആളെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ മേഖലയിൽ ഇപ്പോഴും വനംവകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. പ്രത്യേക സംഘത്തെ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണ ചുമതല ഉള്ളത് കൽപ്പറ്റ റേഞ്ച് ഓഫീസറാണ്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വയനാട്ടിൽ ഇത്തരത്തിൽ അനധികൃതമായ രീതിയിലുള്ള മരമുറി വാർത്ത വീണ്ടും പുറത്തേക്ക് വരികയാണ്. ഇതിനെതിരെ കർശനമായ നടപടി ഇപ്പോൾ നിലവിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. കാരണം കൃത്യമായ രീതിയിൽ തന്നെ കണ്ടെത്താനും മരങ്ങൾ പിടിച്ചെടുക്കാനും മാത്രമല്ല ഈ ആരാണ് മുറിച്ചത് എന്നുള്ളവരെ അവരാരെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ തേടിയുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് ഉടൻ കടക്കും. ഇപ്പോഴും പരിശോധന തുടരുകയാണ് വനം വകുപ്പ്. സ്മിത, സുഗന്ധഗിരി കാർഡമം പ്രോജക്ടിന്റെ ഭാഗമായി പതിച്ചുകൊടുത്ത ഭൂമിയിലാണ് ഇപ്പോൾ അനധികൃതമായി മരം മുറിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.